നിയമപരമായി യാതൊരു കുഴപ്പവും പറയാത്ത നല്ല മനുഷ്യനായ പി.സി. ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച്, 24 വയസ്സിൽ കല്യാണം കഴിച്ചു വിടണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് പി.സി. ജോർജിന് മറുപടിയുമായി ഞാൻ അച്ചായത്തി എന്ന് പറഞ്ഞ് ഒരു സഹോദരി രംഗത്ത് വന്നിരുന്നു. അവരുടെ വീഡിയോ ഞാനും ചെയ്തിരുന്നു. 24 വയസ്സിൽ വിവാഹം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പി.സി. ജോർജ് ക്ലാസ് എടുത്തത്. ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കും സഹോദരിമാർക്കുമൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ബാക്കി ഏത് സമൂഹത്തെക്കാളും സമുദായത്തെക്കാളും നല്ല ധാരണയുള്ളവരാണ്. എത്ര വരെ പഠിക്കണമെന്നും എവിടം വരെ പഠിക്കണമെന്നും സ്വന്തം ജീവിതം കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വല്ല നാട്ടിലും പോയി കഷ്ടപ്പെട്ട് നാട്ടിൽ കാശ് അയച്ചു കൊടുത്ത് വലിയ തിമ്മന്മാരായ വളരെ ജിമ്മിലുമൊക്കെ പോയി എണ്ണ പുരട്ടി ജീവിക്കുന്ന ഒരുപാട് ചേട്ടന്മാർ ഇവിടെ ബുള്ളറ്റിലും ബൈക്കിലും ഒക്കെ കറങ്ങുന്നത് ആ പാവം സ്ത്രീകളുടെ അധ്വാനം കൊണ്ടാണ് എന്നുള്ളത് ഒരുപാട് കഥകളിലൂടെ അറിയാവുന്നവരാണ് നമ്മളൊക്കെയും. എനിക്കും അറിയാം. ധാരാളം ആളുകൾ ഇതുപോലെയുള്ള പെൺകുട്ടികൾ പഠിച്ച് അത് കഴിഞ്ഞ് അവർ വിദേശ രാജ്യത്ത് ആദ്യം പോയി അവരൊരു തൊഴിൽ കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ അവരുടെ ഒരു മേൽവിലാസത്തിലാണ് ഇവിടുന്ന് പല മഹാന്മാരും പിന്നീട് പല രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. അതതിൻ്റെ ഒരു എക്സ്ട്രീമാണ്. എന്ന് പറഞ്ഞാൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി ബാക്കി ഇതര സമുദായങ്ങളിലൊക്കെ 18-ലും 19-ലും 20-ലും ഒക്കെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ പണ്ട് കാലം മുതലേ 22, 23, 24, 27 ഒക്കെ വയസ്സാകുമ്പോഴാണ് അവർ വിവാഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഒരു അലകും പിടിയും ജീവിതത്തിൻ്റെ ഒരു കരുത്തും നിശ്ചയദാർഢ്യവുമൊക്കെ അവരുടെ കയ്യിൽ കൂടുതലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളും അത് അനുഭവിച്ചിട്ടും അറിഞ്ഞിട്ടുമുള്ള ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് പ്രായം എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ, വൈദ്യർക്ക് കുറിപ്പടി എഴുതി കൊടുക്കുന്നത് പോലെ പി.സി. ജോർജിൻ്റെ വിദ്വേഷ കുറിപ്പടി ആ സഹോദരിമാർക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനി അതിൻ്റെ വേറൊരു എക്സ്ട്രീമുണ്ട്, എപ്പോഴും ഞാൻ കാണുന്നതാണ്. അതായത് മറുവശത്ത് കുറച്ച് പ്രായമായ ഇതുപോലെയുള്ള അമ്മമാർ, സഹോദരിമാർ, അവർ ഈ എനിക്ക് തോന്നുന്നത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ വരുന്നവരാണ്. ഈ നീണ്ടകരയിലൊക്കെയുള്ള ഫിഷിംഗ് പോർട്ടിൽ നിന്ന് മത്സ്യവും മറ്റുമൊക്കെ തലയിൽ ചുവന്ന് പാതിരാത്രിയിൽ ചെന്ന് മീൻ വാങ്ങി തലയിൽ ചുവന്ന് നേരം വെളുക്കുമ്പോൾ എൻ്റെ വീടൊക്കെ വരുന്ന പ്രദേശങ്ങളിൽ തലയിൽ ചുമന്നുകൊണ്ട് ഇത് വിൽപ്പനയ്ക്കായി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ഇവരീ പറയുന്ന ഈ ക്രൈസ്തവ സമുദായത്തിലെ കഷ്ടപ്പാടുകാരും പ്രയാസപ്പെടുന്നവരുമാണ്. ഈ വലിയ സുഖലോലുപനായിരുന്ന് കുടുംബം മുഴുവൻ പൊതുപണത്തിൽ ജീവിച്ച് വോട്ടും കിട്ടി അധികാരത്തിലും കയറി അവിടുത്തെ തണുപ്പും കൊള്ളുന്ന പി.സി. ജോർജിനെ പോലുള്ളവർ ഇവർക്ക് എന്തിനാണ് ഈ കുറിപ്പടി എഴുതുന്നത്? ഞാൻ പലപ്പോഴും വീട്ടിൽ വരുന്ന പല അമ്മമാരുടെയും ആ പാത്രം തലയിലേക്ക് തിരിച്ച് പൊക്കിക്കൊടുക്കാറുണ്ട്. 2 പേർ പൊക്കിക്കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ തലയിൽ ഇരിക്കൂ. കാരണം ആ മീനും അതോടൊപ്പം ഐസും എല്ലാം ചേരുന്നതാണ്. പലപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, ഈ വില പേശുന്നത് ഇവരോട് വല്ലാതെ വില പേശരുത്. 5-10 രൂപ അധികം കൊടുത്താലും അവരുടെ ഇന്ന് വാങ്ങണം. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളെ കൊണ്ടാവുമോ ഇതുപോലെ ഒരു പാതിരാത്രി ഉണർന്ന് ഇതുപോലെ മീനും തലയിലേറ്റി ഒരു മിനി ലോറിയിലോ ഓട്ടോയിലോ കയറി ഓരോ ജംഗ്ഷനുകളിൽ ഇറങ്ങി അത് തലയിൽ ചുമന്നുകൊണ്ട് എത്ര വീടുകളിൽ പോകണമെന്ന് നിശ്ചയമൊന്നുമില്ല, തീരുന്നത് വരെ ചുമക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കഷ്ടപ്പാട് വല്ലതും പരിഹരിക്കാൻ ഇവിടെ വേറെ വല്ലവനും ഉണ്ടോ? അവരുടെ ജീവിതം കാണാൻ ആരെങ്കിലും ഉണ്ടോ? അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ ഈ ജാതിയോ മതമോ വർഗീയതയോ വിദ്വേഷമോ പറയുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. എവരുടെയൊന്നും ഈ കഷ്ടപ്പാടുകൾ കണ്ട് നമ്മുടെയൊന്നും ഹൃദയം വേദനിച്ചതുപോലെ പോലും ഈ വിദ്വേഷം പറയുന്നവൻ്റെ ഒന്നും വേദനിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് സത്യം. ഏതായാലും ആ കൃത്യമായ മറുപടി പറഞ്ഞ ആ സഹോദരി ആരാണെന്ന് അന്വേഷിച്ച് പലരും ഇങ്ങനെ കമൻറ്റിലും എന്നോടുമൊക്കെ ചോദിച്ചിരുന്നു. ഏതായാലും അതിന് മറുപടിയായി ആ സഹോദരി തന്നെ വന്നിട്ടുണ്ട്. അവരുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കമൻറ്റ് ബോക്സിലും ഇടാം. വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നതെന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 10 ആളുകൾ ഓരോ സ്ഥലത്തു നിന്നും ഏത് മതമാണോ വിദ്വേഷം പറയുന്നത് ആ മതത്തിനകത്തു നിന്നും ഇതുപോലെ 4 വർത്തമാനം പറയാൻ ആളുകൾ ഉണ്ടായാൽ ഇത് വളരെ വേഗത്തിൽ അവസാനിക്കുന്ന രോഗമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ജാതിക്ക് മറ്റൊരു ജാതിയിൽപ്പെട്ട ആൾ മറുപടി പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ മൂക്കത്തേ ഉള്ളൂ. അതേ സമുദായത്തിനകത്തു നിന്ന് തന്നെ പറയണം, വളരെ കൃത്യമായ നിലപാടോടെ പറയണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ ശബ്ദമുണ്ടാക്കുന്ന വിദ്വേഷിയുടെ ശബ്ദമല്ല, നിശബ്ദമായിരിക്കുന്ന മാന്യൻ്റെ നിശബ്ദതയാണ് ഏറ്റവും വലിയ ക്രൂരത ഈ സമൂഹത്തോട് കാണിക്കുന്നത്. സത്യത്തിൽ ഞാൻ ആ സഹോദരിയെ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടാവണം. അതിനാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏതായാലും പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും മരിക്കും. ആ മരണപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് നിയതവുമാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ എക്സസൈസിന് പോകുന്ന സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ കാലത്ത്, ആശുപത്രിയിൽ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കെ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ഹൃദ്രോഗം വന്ന് മരിക്കുന്നവരുടെ കാലത്ത് അങ്ങനെ അങ്ങ് ഭയക്കുന്നിട്ടൊന്നും കാര്യമില്ല. പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണം.